ലോകശക്തികൾക്കിടയിലെ പ്രതിരോധ മത്സരത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ചൈനീസ് ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഗ്രഹവ്യാപക പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രവർത്തന പ്രോട്ടോടൈപ്പ് വിന്യസിച്ചിരിക്കുകയാണ്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ഏർലി വാർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോം എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംവിധാനം ലോകമെമ്പാടുമുള്ള മിസൈൽ ഭീഷണികളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ശേഷിയുള്ള ഒന്നാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് പാരലൽ ഷെഡ്യൂളിംഗ് വഴി 1000 ഡാറ്റ പ്രോസസിംഗ് ടാസ്കുകൾ കൈകാര്യം ചെയ്യാൻ പ്രോട്ടോടൈപ്പിന് കഴിയുമെന്നാണ് ചൈനയിലെ ഏറ്റവും വലിയ പ്രതിരോധ ഇലക്ട്രോണിക്സ് ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത്. ബഹിരാകാശം, സമുദ്രം, വായു, ഭൂമി എന്നിവിടങ്ങളിലെ വിവിധ സെൻസറുകൾ സമന്വയിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. വികസനത്തിന്റെ ആദ്യഘട്ടങ്ങളിലാണെങ്കിലും ഈ പ്രോട്ടോടൈപ്പിന് ലോകത്തെവിടെ നിന്ന് തൊടുത്താലും 1000 മിസൈലുകളെ വരെ ഒരേ സമയം നിരീക്ഷിക്കാനുള്ള കഴിവുണ്ട്. മിസൈലുകളുടെ യാത്രാപഥം, ആയുധങ്ങളുടെ തരം, അവ യഥാർത്ഥ വാർഹെഡുകളാണോ അല്ലയോ തുടങ്ങിയ നിർണായക വിവരങ്ങൾ തത്സമയം ശേഖരിക്കാനും ഇന്റർസെപ്ഷൻ സംവിധാനങ്ങളെ നയിക്കാനും കഴിയുന്ന ഈ സംവിധാനം ബഹിരാകാശ പ്രതിരോധ രംഗത്ത് ചൈനയുടെ സുപ്രധാനമായ നേട്ടമാണ്. ഒപ്പം തന്നെ ഈ സാങ്കേതിക മുന്നേറ്റം ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് വലിയൊരു കുതിച്ചുചാട്ടമാണ്. ചൈന ഈ അതിനൂതന സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാക്കുമ്പോൾ ഇതിനോട് സമാനമായ ഒരു സ്വപ്നം പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്ക് ഒരു ചിന്താപദ്ധതി മാത്രമായി നിലനിൽക്കുകയാണ്. അമേരിക്കയുടെ ബഹിരാകാശ പ്രതിരോധം മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹങ്ങൾ തുടങ്ങുന്നത് 1983 റൊണാൾഡ് റീഗൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. അദ്ദേഹം പ്രഖ്യാപിച്ച സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനീഷ്യേറ്റീവ് അഥവാ സ്റ്റാർ വാർസ് ആയിരുന്നു ഈ ആശയത്തിന്റെ ആദ്യ രൂപം. സോവിയറ്റ് യൂണിയന്റെ ആണവ മിസൈലുകളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ബഹിരാകാശ അധിഷ്ഠിത ലേസറുകളും ഇന്റർസെപ്റ്ററുകളും ഉപയോഗിച്ച് ഒരു ബഹുമുഖ പ്രതിരോധ കവചം തീർക്കുക എന്നതായിരുന്നു റീഗന്റെ ലക്ഷ്യം. എന്നാൽ സാങ്കേതിക വെല്ലുവിളികളും വൻ സാമ്പത്തിക ബാധ്യതയും കാരണം ഇത് ഒരു പ്രവർത്തന സംവിധാനമായി യാഥാർത്ഥ്യമായില്ല. വർഷങ്ങൾക്കിപ്പുറം റീഗൻ നിർത്തിയിടത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ ശ്രമിച്ചത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. 2025 മെയ് മാസത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ഗോൾഡൻ ഡോം മിസൈൽ ഷീൽഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയുള്ളതും ബഹിരാകാശം, കടൽ, കര, വായു എന്നിവിടങ്ങൾ സമന്വയിപ്പിച്ചുള്ളതുമായ ഒരു പ്രതിരോധ ശൃംഖലയാണ്. $175 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു സ്വപ്നമാണ്. എന്നാൽ ചൈനയുടെ മുന്നേറ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഗോൾഡൻ ഡോം പദ്ധതിക്ക് ഇന്നും വ്യക്തമായ സാങ്കേതിക രൂപരേഖ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വസ്തുത ബഹിരാകാശ പ്രതിരോധ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ ചൈന അമേരിക്കയേക്കാൾ എത്രയോ മുന്നിലാണെന്ന് അടിവരയിടുന്നു. ഇവിടെയാണ് ചൈനീസ് യാഥാർത്ഥ്യം അമേരിക്കയെ മറികടക്കുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമി വിന്യസിപ്പിച്ച ഡിസ്ട്രിബ്യൂട്ടഡ് ഏർലി വാർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോം ഗ്രഹം മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുന്ന ആദ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഇതിന്റെ വൈവിധ്യമാർന്ന സെൻസറുകൾ ഉപയോഗിച്ച് എല്ലാത്തരം ഭീഷണികളെയും തിരിച്ചറിയാൻ കഴിയും എന്ന സവിശേഷതയുമുണ്ട്. അമേരിക്കയുടെ പതിറ്റാണ്ടുകൾ നീണ്ട ആഗ്രഹം ഇപ്പോഴും സ്വപ്നം മാത്രമായി നിലനിൽക്കുമ്പോൾ ചൈനീസ് ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഡാറ്റ പ്രോസസിംഗ് സാങ്കേതിക വിദ്യയിലുണ്ടായ കുതിച്ചുചാട്ടത്തിലൂടെ ഇത് യാഥാർത്ഥ്യമാക്കി. ആണവായുധങ്ങളെ മൊത്തത്തിൽ അപ്രസക്തമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ സാങ്കേതിക വിദ്യയുടെ വലിയൊരു കുതിച്ചുചാട്ടമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ട്രംപിന്റെ ഗോൾഡൻ ഡോം ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിൽ തുടരുമ്പോൾ ചൈനീസ് ശാസ്ത്രജ്ഞർ ലോകമെമ്പാടുമുള്ള മിസൈൽ ഭീഷണികളെ നേരിടാൻ തങ്ങളുടെ ഗ്രഹവ്യാപക പ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമമായ ഒരു മാതൃക വിന്യസിച്ചു എന്നത് ലോകശക്തികൾ തമ്മിലുള്ള സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ ചിന്ത മാത്രമായി ഇന്നും നിലനിൽക്കുന്ന ഒന്ന് ചൈനയുടെ മികച്ച ചുവടുവെപ്പായി മാറിക്കഴിഞ്ഞു. ചൈനയുടെ ഈ നേട്ടം ബഹിരാകാശ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ആഗോള മേധാവിത്വത്തിൽ ആ രാജ്യത്തിന് വലിയ മുൻതൂക്കമാണ് നൽകുന്നത്. അമേരിക്കയ്ക്ക് അവരുടെ ദീർഘകാല പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ വന്ന ഒരു ഘട്ടത്തിൽ ചൈനയുടെ നേട്ടം ട്രംപിന്റെ നെഞ്ചിൽ തീകോരിയൊഴിക്കാൻ പര്യാപ്തമാണ്. ഊണിനും ഉറക്കത്തിലും ചൈനയെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന ട്രംപിന് ഇതിലും വലിയ അടി ഇനി കിട്ടാനില്ല.